എന്ത് വലിയ അയിലാണിത്? ആദ്യമായിട്ട് ഇത്രയും വലിയ അയില കാണുക കേട്ടോ. ഏകദേശം ഒരു അരക്കിലോട്ട് മേലെ ഉണ്ടാവും. ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഒരെണ്ണം മതി, അത്രക്കും വലിയ അയില. അയില മുളകിട്ട് വറ്റിച്ചിട്ടാണ് ഇന്ന് കറി ഉണ്ടാക്കാൻ പോണത്. വലിയ മീനായതുകൊണ്ട് തന്നെ നല്ല എരിവിൽ വെക്കണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. മീനിൻ്റെ പലിഞ്ഞിനും കൂടെ ഉണ്ടായിരുന്നു, എല്ലാം കൂടെ നല്ല സൂപ്പർ ടേസ്റ്റ്. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ ഷോപ്പിലോട്ട് വന്നേക്കാണ് മീൻ വാങ്ങാനായിട്ട്. ഇന്ന് മീൻ വാങ്ങിയിട്ട് റൂമിൽ പോയിട്ട് നല്ല കറിയൊക്കെ ഉണ്ടാക്കി അത് കഴിക്കലാണ് ഇന്നത്തെ പരിപാടി. നല്ലൊരു കിടിലൻ മീൻകറിയുടെ റെസിപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് അറിയിക്കണം. ഷോപ്പിലേക്ക് കയറിയപ്പോൾ ആദ്യം തന്നെ കണ്ടുപോയത് അയിലയിലേക്കാണ്. നല്ല വലിപ്പമുള്ള അയില. ആദ്യമായിട്ടാണ് ഇത്രയും വലിപ്പമുള്ളത് കാണുന്നത്. ഏകദേശം ഒരെണ്ണം 1/2 കിലോ ഉണ്ട്. ഞങ്ങൾ ഒന്നേ വാങ്ങിയുള്ളൂ, ഞങ്ങൾക്കത് മതി കറി ഉണ്ടാക്കാനായിട്ട്. അത് കഴിഞ്ഞിട്ട് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഐറ്റംസ് വാങ്ങാനുണ്ടായിരുന്നു. എല്ലാം കഴിഞ്ഞിരിക്കുകയായിരുന്നു റൂമിൽ. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വാങ്ങിയിട്ട് നേരെ വീട്ടിലോട്ട് വിട്ടു. അങ്ങനെ റൂമിലെത്തി. ഇനി അടുത്ത പരിപാടി അയില നല്ലപോലെ കഴുകി വൃത്തിയാക്കി കട്ട് ചെയ്യലാണ്. വലിയ അയില ആയതുകൊണ്ട് തന്നെ ഒരു 5-6 പീസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫുള്ളായിട്ട് കറി വെക്കാണ്. ഇനി കറി ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു തക്കാളി എടുത്തിട്ടുണ്ട്, പിന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, പിന്നെ അതുപോലെ കുറച്ച് ചെറുള്ളി, പിന്നെ ഒരു 4-5 പച്ചമുളക്, പിന്നെ വേപ്പില. ഇത്രയും മതി നമുക്ക് കറി ഉണ്ടാക്കാനുള്ള ഐറ്റംസ്. ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റി വെക്കാം. തക്കാളി കുറച്ച് വലുപ്പത്തിൽ അരിയാം, പച്ചമുളക് നീളത്തിലും, അതുപോലെ ഇഞ്ചി ചതച്ചാൽ മതി. ഇനി അടുത്ത പരിപാടി അയില നല്ലപോലെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുക്കലാണ്. ഫ്രൈ ചെയ്യേണ്ട കറി തന്നെ ആക്കാൻ, കറി തന്നെ ആക്കാം. ഇനി കറി ഉണ്ടാക്കാനായിട്ട് ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു 5 മിനിറ്റ് മതി, ചൂടായി വരും. കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. വളരെ കുറച്ച് മതി, ഒരുപാടായി പോയി കഴിഞ്ഞാൽ കറി ടേസ്റ്റ് മാറിപ്പോവും. ഇപ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുക, ഒരു പ്രത്യേക ടേസ്റ്റ് ആവും കറിക്ക്. അങ്ങനെ എല്ലാവരും ഉലുവ ചേർക്കാറില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഉലുവ ഇട്ടിട്ട് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞാണ് കേട്ടോ, ചതച്ചിട്ടില്ല. അപ്പോൾ ഇഞ്ചി നീളത്തിലരിഞ്ഞത് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് ശേഷം കുറച്ച് ചെറുള്ളി ഒരു 5-6 എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം ചേർത്ത് കൊടുക്കാം, കറിക്ക് നല്ല ടേസ്റ്റാണ്. നമ്മളിപ്പോൾ കുറച്ച് കറി ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾ 2 പേരുള്ളത് കൊണ്ട് അത് മതി. അപ്പോൾ കുറച്ചൊരു 6 ചെറുള്ളിയാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത്. അതിന് ശേഷം ബാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിച്ച ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമുക്ക് 2 ടീസ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം എരിവുള്ള മുളക് പൊടിയാണ്, കുറച്ച് എരിവ് വേണം ഈ കറിക്ക് കേട്ടോ, വലിയ അയിലല്ലേ. പിന്നെ അതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, അതൊരു 2 ടീസ്പൂൺ ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി അങ്ങനെ എല്ലാവരും എല്ലാ മീൻ കറിയിലും ചേർത്ത് കൊടുക്കാറില്ലെന്ന് തോന്നുന്നു. ഞങ്ങളിവിടെ വലിയ മീനൊക്കെ മേടിക്കുമ്പോഴാണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കൽ. ഇനി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചാൽ മതി, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോവും. അതിന് ശേഷം നമ്മളെ മെയിൻ ഐറ്റം പുളിയാണ്, കോൽപ്പുളി. അത് കുറച്ചധികം ചേർക്കുന്നുണ്ട്, നല്ല എരിവും പുളിയുള്ള കറിയാണ്. അപ്പോൾ പുളി കുറച്ചധികം ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും പുളി അധികം ഇഷ്ടപ്പെടുന്നില്ല, അപ്പോൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അത് കൂട്ടിയും കുറഞ്ഞൊക്കെ ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ മുളക് കറി ഉണ്ടാക്കുമ്പോൾ കോൽപ്പുളിയാണ് ഉപയോഗിക്കാറ്, അല്ലാത്തപ്പോൾ കുടംപുളിയും. മുളക് കറി വെക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കോൽപ്പുളി ചേർത്ത് കഴിഞ്ഞാൽ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. ഇനി നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു തക്കാളിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇവിടുത്തെ തക്കാളിക്ക് പുളി വളരെ കുറവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1.5-2 തക്കാളിയൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞങ്ങൾ പുളി ഇല്ലാത്തതുകൊണ്ടാണ് കോൽപ്പുളി കുറച്ച് അധികം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കറിവേപ്പില നോക്കിയിട്ട് കുറച്ച് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് കറി എത്ര വേണം അത്ര അനുസരിച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞങ്ങൾ കുറച്ച് കറിയാണ് ഉണ്ടാക്കുന്നത്, അപ്പോൾ കുറച്ച് വെള്ളം ചേർത്തിട്ടുള്ളൂ. എന്നിട്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് ആ പാകത്തിന് ഉപ്പിട്ട് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം.
ഇത് നമുക്ക് നാട്ടിൽ കിട്ടുന്ന അയിലയുടെ പോലെയല്ല. കുറച്ച് ടൈം എടുക്കും വെന്ത് കിട്ടാനായിട്ട്. ഒരു 20 മിനിറ്റ് ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിക്കണം. എന്തായാലും നമുക്ക് ആയി വന്നിട്ട് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്. ഇനി നമുക്ക് പ്രധാനമായിട്ടുള്ള ഒരു ഐറ്റം ചേർക്കണം. കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കറിയുടെ ആ ഇത് തന്നെ മാറിക്കിട്ടും. വേറൊരു ലെവലിലോട്ട് പോവും. നിങ്ങളെന്തായാലും ഉണ്ടാക്കി നോക്കണം. ലാസ്റ്റ് കുരുമുളക് പൊടി ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മുളകും കുരുമുളകും കൂടിയിട്ടൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കറിക്ക് കേട്ടോ. ഞങ്ങൾ സ്ഥിരം ഉണ്ടാക്കാറുള്ള ഒരു റെസിപ്പിയാണ്. സാധാരണ ഇങ്ങനെ ഉണ്ടാക്കാറുള്ളവരുണ്ടാവും. എന്നാലും ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ വേറൊരു മണം. പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മളെ കറി റെഡിയായി. നല്ല അടിപൊളി കറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ വേറെ ഒന്നും വേണ്ട, ഈ കറി മാത്രം മതി. അത്രക്കും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക്. സാധാരണ നാട്ടിലൊക്കെ മീൻ കറി ഉണ്ടാക്കുമ്പോൾ ഇതേ സെയിം മെത്തേഡിലാണോ മീൻ കറി ഉണ്ടാക്കുക? അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് പറയണം. ഒരു പക്ഷേ ഇതിലെന്തെങ്കിലും വ്യത്യാസം ചേഞ്ച് വരുത്താനുണ്ടെങ്കിലോ നിങ്ങൾ ഇതുപോലെ തന്നെയാണ് ഉണ്ടാക്കണതെങ്കിലോ എല്ലാം ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്ത് അറിയിക്കണം. പിന്നെ നമ്മൾ ലാസ്റ്റ് കുറച്ച് പലിഞ്ഞീനുണ്ടായിരുന്നു. അത് നമ്മൾ ഇടാൻ മറന്നു പോയതാണ്. കുഴപ്പമില്ല, എന്തായാലും ഒരു 5 മിനിറ്റ് കൂടെ മതി, അത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളെ കറിയൊക്കെ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. ഒരു 5 മിനിറ്റോളം നമുക്ക് ആ പലിഞ്ഞീനൊന്ന് വെന്ത് കിട്ടുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ സംഭവം റെഡിയായി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. നല്ല കുറുകിയ ചാറ് പോലെ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ വേറെ പരിപാടിയൊന്നുമില്ല, നേരെ ഊണ് കഴിക്കാനായിട്ട് പോവുകയാണ്. അത് നമുക്ക് ചൂടോടെ തന്നെ നമുക്ക് ചോറിലോട്ട് വിളമ്പാം. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ വേറെ കറികളൊന്നും വേണ്ട, നമ്മൾ വേറെ ഒന്നും സൈഡായിട്ട് ഉണ്ടാക്കിയിട്ടില്ല. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ലൂബിക്കുണ്ട്, ഉപ്പിലിട്ട ലൂബിക്കാണ്. പിന്നെ അതുപോലെ നാരങ്ങച്ചാറുണ്ട്. ഇത് രണ്ടും സൈഡായിട്ടുണ്ട്. അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാൻ പോവാണ്. ആദ്യം തന്നെ ചോറിൽ ആ മീൻകറി എടുത്തിട്ട് മീൻകറി ചേർത്തിട്ട് ആ ലൂബിക്കയും അതുപോലെ നാരങ്ങച്ചാറും പിന്നെ അയിലേന്ന് ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം. എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. എപ്പോഴും ഫ്രഷ് ആവണമെന്നില്ല, ഫ്രഷ് ആയിരുന്നു മീൻ, നമുക്ക് കഴിക്കുമ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പം നമ്മൾ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പം നല്ല ചൂടോടെ തന്നെ കഴിക്കണം, എന്നാലേ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. അപ്പം നമ്മൾ ചെറിയൊരു ഉരുളാക്കി എടുത്തിട്ട് കഴിക്കാൻ പോവാണ്. കഴിച്ചിട്ട് പറയുക എങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഇങ്ങനെ ഉരുളായിട്ട് തന്നെ കഴിക്കണം, ചിലർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ കഴിക്കുന്നത്. സംഭവം അടിപൊളിയാണ് കേട്ടോ, ഒരു രക്ഷയില്ല. നമുക്കറിയാം, കാരണം നമ്മൾ സ്ഥിരം ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. നല്ല അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചില ദിവസം കറി ഉണ്ടാക്കി കഴിഞ്ഞാൽ ബാക്കി ഉണ്ടാവും. അപ്പോൾ നമ്മൾ പിറ്റേ ദിവസം എടുക്കും. അപ്പോൾ വേറെ ലെവലായിരിക്കും, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കണം. ഇനി എല്ലാവരും മുളക് കറി വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ ഉണ്ടാക്കാണോ എന്ന് എനിക്കറിയില്ല. എന്തെങ്കിലും എക്സ്ട്രാ ആഡ് ചെയ്യാനോ അല്ലെങ്കിൽ മൈനസ് ചെയ്യാനോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. വേറെ റെസിപ്പിയുമായി വീണ്ടും വരാം.